കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് ഈശോ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏകദേശം ആദ്യമായിട്ട് പറയുന്ന വാക്കാണ്. ലൂക്ക 4:18 നമ്മൾ കാണുന്നത്. അത് ഈശോ കോട്ട് ചെയ്യുന്നത് പോലും പഴയ നിയമത്തിലെ പ്രവചനമാണ്, ഏശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ് കോട്ട് ചെയ്യുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് നിയോഗിച്ചിരിക്കുന്നു. ആത്മാവ് ഉള്ളിലുള്ള ഒരുവന്റെ ആദ്യത്തെ പ്രത്യേകതയാണ് അവൻ സുവിശേഷമേകും അല്ലെങ്കിൽ സുവിശേഷമാകും, നല്ല വർത്തമാനമാകും, അവൻ്റെ വാക്കുകൾ മാറും, വൊക്കാബുലറി മാറ്റപ്പെടും. ഈശോ തന്നെ യോഹന്നാൻ 6 പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മിൽ ഏത് ആത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ 24 മണിക്കൂറത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി, ആ വാക്കുകൾ പരിശുദ്ധാത്മാവാകുന്ന ഡിക്ഷണറിയുടെ കാറ്റഗറിയിൽ വരുമോ എന്നുള്ളതൊന്ന് ആലോചിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ശ്രമിക്കേണ്ടത് എൻ്റെ നാവിനെ വിശുദ്ധമായ കാര്യങ്ങൾ മാത്രം പറയാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ സംസാരത്തിൽ മാറ്റം വരും. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ഇതെല്ലാം നൽകുന്നതിന് മുന്നോടിയായി എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണം. നാവിനെ വിശുദ്ധീകരിച്ചുള്ള പ്രത്യേകത യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട് 3:2 സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവന് പൂർണ്ണമാണ്, തൻ്റെ ശരീരത്തിൽ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വൊക്കാബുലറി സുവിശേഷം നല്ല വിശേഷങ്ങളായി മാറട്ടെ. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കലാണ്. അങ്ങനെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന നല്ല ദിവസമായി ഇന്നത്തെ ദിവസം മാറണം. ഈ പെന്തക്കോസ്ത് തിരുനാളിൽ ലൂക്ക 4:18 പരിശുദ്ധാത്മാവുള്ളവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. God bless you.